നമസ്കാരം. പ്രധാന വാർത്തകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പ്. പാലക്കാട് നഗരസഭയിൽ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാലക്കാട് നഗരസഭ ബാലികേറാമലയല്ലെന്ന് LDF നേതാക്കൾ. ജില്ലയിൽ എന്നും കരുത്തു തെളിയിക്കുന്ന ഇടതുമുന്നണിക്ക് പാലക്കാട് നഗരസഭയിലേത് അഭിമാന പോരാട്ടം. ഷൊർണൂരിൽ LDF മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. വികസനമാണ് ഇടതുമുന്നണിയുടെ മുഖമുദ്രയെന്ന് KS അലീഗ. പരാജയ ഭീതി മൂലം തദ്ദേശ സ്ഥാപനങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികളെ CPM ഭീഷണിപ്പെടുത്തുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് C. കൃഷ്ണകുമാർ. NDA സ്ഥാനാർത്ഥികളെ സംരക്ഷിക്കാൻ BJPക്ക് അറിയാം. എലപ്പുള്ളിയിൽ വനിതാ സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തിയ സംഭവം ആവർത്തിച്ചാൽ കടുത്ത വില നൽകേണ്ടി വരുമെന്നും പാലക്കാട് നഗരഭരണം NDA നിലനിർത്തുമെന്നും C. കൃഷ്ണകുമാർ. ഷൊർണൂരിൽ മുനിസിപ്പൽ ഭരണം പിടിച്ചെടുക്കുമെന്ന് ആവർത്തിച്ച് BJP നേതാക്കൾ. NDA സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിൽ UDF സ്ഥാനാർത്ഥികളുടെയും പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. KS ശബരിനാഥിന് പിന്നാലെ മറ്റൊരു പ്രമുഖ നേതാവിനെയും മത്സര രംഗത്തിറക്കി കോൺഗ്രസ്. അടാട്ട് പഞ്ചായത്തിൽ മുൻ MLA അനിൽ അക്കര സ്ഥാനാർത്ഥി. വിവാദങ്ങൾക്ക് വിട നൽകി പാലക്കാട് മണ്ഡലത്തിലെ UDF വേദികളിൽ സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കഞ്ചാവ് വേട്ട. 16 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികൾ അറസ്റ്റിൽ. ട്രെയിൻ യാത്രക്കാരിയുടെ മോഷണം പോയ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും വിറ്റ കേസിലെ പ്രതി ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. മോഷണം നടത്തിയ 2 പേർ പിടിയിലാകാനുണ്ടെന്ന് പോലീസ്. ജലസേചന കനാലുകൾ കാടായി. കോട്ടായി മേഖലയിൽ 2ാം വിളയ്ക്ക് നിലമൊരുക്കാൻ വെള്ളം ലഭിക്കാതെ കർഷകർ പ്രതിസന്ധിയിൽ. 2ാം വിള ഞാറ്റടിയും ഉണക്കു ഭീഷണിയിലെന്ന് കർഷകർ. കനാൽ ശുചീകരണത്തിൽ വൻ വീഴ്ച. വാർത്തകൾ വിശദമായി. അണികൾക്കൊപ്പം ആവേശത്തോടെ പാലക്കാട് നഗരസഭയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് LDF സ്ഥാനാർത്ഥികൾ. ജില്ലയിൽ ഇടതുപക്ഷം ആവർത്തിച്ച് കരുത്ത് തെളിയിക്കുമ്പോഴും പാലക്കാട് നഗരസഭ ബാലികേറാമലയാണെന്ന ചരിത്രം മാറ്റിയെഴുതുകയാണ് ഇത്തവണ LDFന്റെ ലക്ഷ്യം. പാലക്കാട് നഗരസഭാ രൂപീകരണത്തിന് ശേഷം ഒരു തവണ മാത്രം ചെയർമാൻ സ്ഥാനം കൈയാളിയ LDFന് പിന്നീട് ഭരണത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ആഞ്ഞുപിടിച്ചാൽ ഭരണം കയ്യെത്തും ദൂരത്തിലാണെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ LDF പ്രചരണ രംഗത്തുള്ളത്. CPM 48, CPI 3, കേരള കോൺഗ്രസ് B 1, NCP 1 എന്നിങ്ങനെയാണ് നഗരസഭയിലെ 53 വാർഡുകളിലേക്ക് LDF സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, നഗരപരിധിയിലെ വികസന മുരടിപ്പ് എന്നിവയും UDF NDA കക്ഷികളിലെ ഭിന്നതയും അസ്വാരസ്യങ്ങളും വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. ജില്ലയിലെ കരുത്തുറ്റ പ്രസ്ഥാനമാണ് CPMഉം LDFഉം എന്ന് തെളിയിക്കുമ്പോഴും നഗരസഭയിൽ ഭരണത്തിനെത്താൻ കഴിയാത്ത സ്ഥിതി മാറ്റിയെടുക്കുകയാണ് LDFന്റെ മുന്നിലെ വെല്ലുവിളി. ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വത്തിന്റെ നിരന്തര ഏകോപനത്തിലാണ് നടക്കുന്നത്. CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TK നൌഷാദ്, CP പ്രമോദ്, CPI മണ്ഡലം സെക്രട്ടറി മുരളി K താരേക്കാട്, ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും അണികളും സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രകടനമായെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മുഖ്യ ഭരണാധികാരി റെക്സ് ഫിലിപ്പ്, ഡെപ്യൂട്ടി മുനിസിപ്പൽ സെക്രട്ടറി VG അജയ് എന്നിവർ മുമ്പാകെയാണ് ഇടതു സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പരാജയഭീതി മൂലം തദ്ദേശ സ്ഥാപനങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികളെ CPM ഭീഷണിപ്പെടുത്തുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ. CPMന്റെ വ്യാജ പ്രചരണങ്ങൾ വിലപ്പോകില്ലെന്നും പാലക്കാട് നഗരസഭയിൽ BJP ഭരണം നിലനിർത്തുമെന്നും C. കൃഷ്ണകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് BJP അനുകൂല വോട്ടുകൾ ഇല്ലാതാക്കാനും CPM ശ്രമിക്കുന്നുണ്ടെന്ന് C. കൃഷ്ണകുമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. എലപ്പുള്ളി പഞ്ചായത്തിലെ വാർഡ് 21-ൽ BJP സ്ഥാനാർത്ഥി സവിതയെ ഫോണിലൂടെയും അല്ലാതെയും ഭീഷണിപ്പെടുത്തി. ഇത്തരത്തിൽ പലയിടത്തും ഭീഷണിയുണ്ട്. NDA സ്ഥാനാർത്ഥികളെയും അണികളെയും സംരക്ഷിക്കാൻ BJPക്ക് അറിയാം. ഹിയറിംഗ് നോട്ടീസ് പോലും നൽകാതെയാണ് BJP അനുകൂല വോട്ടുകൾ വെട്ടിമാറ്റുന്നത്. CPM അജണ്ട നടപ്പാക്കലല്ല BLOമാരുടെ ജോലിയെന്ന് തിരിച്ചറിയണം. ഏതുതരം കുപ്രചരണത്തെയും BJP അതിജീവിക്കുമെന്നും 30-ലധികം സീറ്റ് നേടി നഗരസഭയിൽ അധികാരത്തിൽ വരുമെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. CPM വ്യാപകമായിട്ട് ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ പാർട്ടി ഗുണ്ടകളെയും ഉപയോഗിച്ചുകൊണ്ട് എതിർ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്താനും അവരെ മത്സരരംഗത്ത് നിന്നും പിൻവാങ്ങാനുമുള്ള വളരെ സമ്മർദ്ദം പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത്, പാലക്കാട് നഗരസഭയെ സംബന്ധിച്ച് നഗരസഭയിലെ BJPയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊക്കെ വ്യാപകമായിട്ട് ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്.
ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് നഗരസഭയിൽ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് നിങ്ങളെല്ലാം കണ്ടതാണ്. 45 സ്ഥാനാർത്ഥികളെ ഒറ്റയടിക്ക് ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള തർക്കങ്ങളുമില്ലാതെ ഐക്യകണ്ഠേന പ്രഖ്യാപിച്ചു. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളാണ്. മറ്റ് 2 രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചോളം പല ഭാഗത്തും അവർക്ക് സ്ഥാനാർത്ഥികളെ കിട്ടാത്ത സ്ഥിതിയാണ്. അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്, ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വികസനമാണ് LDF സർക്കാരിന്റെ മുഖമുദ്രയെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഗ. LDF ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KS സലീഗ. ഓരോ വർഷവും 50,000 കോടിയുടെ നിക്ഷേപമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് KS സലീഗ ചൂണ്ടിക്കാട്ടി. വ്യവസായ മേഖലയിൽ വൻ വളർച്ചയാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി നടക്കുന്നത്. മറ്റൊരു സംസ്ഥാനത്തിന് അവകാശപ്പെടാനാകാത്ത വികസനമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും സലീഗ പറഞ്ഞു. എല്ലാ തെരഞ്ഞെടുപ്പും പ്രധാനപ്പെട്ടതാണ്, ഒരു സംശയവുമില്ല. ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും നമുക്ക് ആർക്കുമില്ല. പക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് വോട്ടഭ്യർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ചെയ്ത കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഏത് കാലത്തും ജനങ്ങളെ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് വോട്ടഭ്യർത്ഥിച്ചു പോകാറുണ്ട്. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തെ നമുക്ക് പരിശോധിച്ചാൽ 5 കൊല്ലം ഇടതുപക്ഷം ഭരിച്ചാൽ പിന്നെ 5 കൊല്ലം UDF ഭരിക്കുന്ന ചരിത്രമായിരുന്നു 2016 വരെയുള്ള അനുഭവം. 2016-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നീട് 2021-ലും ആ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച വരികയാണ്. അതൊരു ചരിത്രം തിരുത്തിക്കുറിക്കലായിരുന്നു. നിലവിലുണ്ടായിരുന്ന സാഹചര്യത്തെ മാറ്റിമറിച്ച് ചരിത്രം തിരുത്തിക്കുറിക്കുന്ന ഒരു അനുഭവമായിരുന്നു ആ 2021-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലുണ്ടായ വിജയം എന്നത് നമുക്കൊക്കെ അറിയാം. ആ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് ഈ കാലയളവിൽ. 2016 മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ സമസ്ത മേഖലകളിൽ CPI ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി EK സുഭാഷ് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി, ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ഏരിയ കമ്മിറ്റി അംഗം P സിന്ധു, CPM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, CPI ഒറ്റപ്പാലം മണ്ഡലം സെക്രട്ടറി P വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. ഷൊർണൂർ നഗരസഭ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി MK ജയപ്രകാശ് സ്വാഗതവും CPM ഏരിയ കമ്മിറ്റി അംഗം M സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി EK സുഭാഷ് ചെയർമാൻ, MK ജയപ്രകാശ് കൺവീനർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂരിൽ മുനിസിപ്പൽ ഭരണം പിടിച്ചെടുക്കുമെന്ന് ആവർത്തിച്ച് BJP നേതാക്കൾ. NDA സഖ്യം സ്ഥാനാർത്ഥികൾ വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രകടനമായി എത്തിയായിരുന്നു സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും നേതാക്കളും സ്ഥാനാർത്ഥികളും അണികളും പ്രകടനമായി എത്തിയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പണം. EP നന്ദകുമാർ, സിനി മനോജ്, പ്രസാദ് അടക്കമുള്ളവർ റിട്ടേണിംഗ് ഓഫീസർ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 35 വാർഡുകളിലും NDA സഖ്യം മത്സരിക്കുന്നുണ്ട്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ, BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, MP സതീഷ് കുമാർ, രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം എത്തിയായിരുന്നു സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത്. ഷൊർണൂർ മുനിസിപ്പൽ ഭരണം പിടിച്ചെടുക്കുമെന്ന് ആവർത്തിച്ച് BJP നേതാക്കൾ. വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഷൊർണൂർ നഗരസഭ ഭരിക്കുമെന്ന് P വേണുഗോപാൽ പറഞ്ഞു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDAയുടെ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ വെച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വൻ ഭൂരിപക്ഷത്തോടുകൂടി ഷൊർണൂർ മുനിസിപ്പാലിറ്റി NDA സഖ്യം ഇപ്രാവശ്യം വരും. മാറാത്തത് മാറും. ഈ നാടിൻ്റെ സമഗ്ര വികസനം, ഷൊർണൂരിൻ്റെ വികസിത ഷൊർണൂർ എന്നുള്ള ഒരു സങ്കല്പം യാഥാർത്ഥ്യമാകും. ഇവിടെയുള്ള വിവിധ വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ കേട്ടിരുന്നു. അതിൻ പ്രകാരം
നമ്മൾ 5 വർഷം കൊണ്ട് കേരളത്തിലെ തന്നെ നമ്പർ 1 മുനിസിപ്പാലിറ്റിയായി ഷൊർണൂരിനെ മാറ്റും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണം വന്നു കഴിഞ്ഞു. അതിന് മുഴുവൻ വോട്ടർമാരുടെയും സഹായം വേണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കുകയാണ്. ഗാന്ധിയൻ ചിന്താഗതിയുള്ള കോൺഗ്രസ്സുകാരോടും സോഷ്യലിസം ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റുകാരോടും ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇന്ന് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് മുഴുവൻ ജനവിഭാഗങ്ങളോടും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു. ഭൂരിഭാഗം ആളുകളും ഇന്ന് പത്രിക നൽകി. പത്രിക നൽകിയതോടുകൂടി സ്ഥാനാർത്ഥികൾ വാർഡുകളിൽ വോട്ടഭ്യർത്ഥനയും സജീവമാക്കി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 100 കണക്കിന് പ്രവർത്തകർ പ്രകടനമായി എത്തിയാണ് പത്രികാ സമർപ്പണം നടത്തിയത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. പ്രകടനമായി എത്തിയായിരുന്നു പത്രികാ സമർപ്പണം. ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 18 സ്ഥാനാർത്ഥികളും തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഉദയൻ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന OU ബഷീർ, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഷഹല റസാഖ് എന്നിവരടങ്ങുന്ന അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയത്. ഇതിൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM-ൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന P. പത്മജയും CPI-ൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന തമ്പിമണിയും DYFI ട്രഷററായി പ്രവർത്തിച്ച് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന KV ജയേഷും അടങ്ങുന്ന സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയത്. UDF നേതാക്കളായ മുഹമ്മദ് ഇക്ബാൽ, KK ജോസഫ് മാസ്റ്റർ, PP പ്രസാദ്, PA അബ്ദുൽ കരീം, മണ്ണായിമന വാസുദേവൻ, PK സൈദലവി, PA ജബ്ബാർ, അർഷാദ്, P. ബാബു, ഖാദർമോൻ തുടങ്ങിയ നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 18 സ്ഥാനാർത്ഥികളും വെള്ളത്തോളിൽ നിന്നും പ്രതിദാനം ചെയ്യുന്ന 2 ബ്ലോക്ക് സ്ഥാനാർത്ഥികളും വെള്ളത്തോൾ നഗറിൽ നിന്നും മറ്റു ഇതര 2 പഞ്ചായത്തുകളും കൂടി പ്രതിദാനം ചെയ്യുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ സാരഥിയും ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ കൂട്ടമായി പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും അകമ്പടിയോടുകൂടി ചെറുതുരുത്തി പഞ്ചായത്തിലേക്ക് പ്രകടനമായി എത്തിയിട്ട് ഇന്ന് നോമിനേഷൻ കൊടുത്തിട്ടുള്ളത്, നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളൊരു വളരെ വലിയ രീതിയിലാണ് കാണുന്നത്. സ്വജനപക്ഷപാതവും അഴിമതിയും നിറഞ്ഞ ഒരു ഭരണ സംവിധാനത്തിനെതിരെ ഈ രാജ്യത്തെയും ഈ പ്രദേശത്തെയും പഞ്ചായത്തിലെയും ജനങ്ങൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് അതിശക്തമായ സമര പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. KS ശബരിനാഥിന് പിന്നാലെ മറ്റൊരു പ്രമുഖ നേതാവിനെ മത്സര രംഗത്തിറക്കി കോൺഗ്രസ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി മുൻ MLA അനിൽ അക്കരയാണ് അടാട്ട് പഞ്ചായത്തിൽ മത്സരിക്കുന്നത്. പഴയ തട്ടകത്തിൽ അനിൽ അക്കരയെ വീണ്ടും ഇറക്കി മത്സരം കൊഴുപ്പിക്കുകയാണ് കോൺഗ്രസ്. അടാട്ട് പഞ്ചായത്തിന്റെ 15-ാം വാർഡിലാണ് മുൻ MLA മത്സരിക്കുക. പഞ്ചായത്ത് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും തിളങ്ങിയ അനിൽ അക്കര മത്സരരംഗത്തെത്തുന്നത് ജില്ലയിലാകെ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. 2000-ൽ 435 വോട്ടിനും 2020 200-ലധികം വോട്ടുകൾക്കുമാണ് അനിൽ അക്കര പഞ്ചായത്തിലേക്ക് ജയിച്ചു കയറിയത്. പിന്നീട് 45 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ അനിൽ അക്കര ജയിച്ചു കയറുന്നതും രാഷ്ട്രീയ കേരളം കണ്ടു. എൻ്റെ ജീവിതം അടാട്ടിൻ്റെ മണ്ണുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ അടാട്ടുകാർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് തിരിച്ചു പിടിക്കാൻ. ഞാൻ അതുകൊണ്ട് തന്നെ അടാട്ടേക്ക് മടങ്ങിപ്പോവുകയാണ്. അടാട്ടിൻ്റെ വിജയം ലോകത്തിന് സമ്മാനിക്കാനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും പഴയകാല പ്രതാപത്തിലേക്ക് മടങ്ങി വരാൻ ഒരു പക്ഷേ എൻ്റെ പുറംതോൾ അല്ലെങ്കിൽ എൻ്റെ പുറം ഒരു ചവിട്ടുപടി ആകണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ അടാട്ടേക്ക് പോകുന്നത്. അടാട്ടിലെ ജനങ്ങളുടെ കൂടി ആവശ്യമാണ്. ഈ പറഞ്ഞ പോലെ പ്രോട്ടോകോളൊന്നും എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമല്ല. അടാട്ടുകാർ അനാഥമായി നിൽക്കുകയാണ്. ആരെ കാണണം? മുതുവറ അമ്പലത്തിലേക്ക് പോകാൻ, റേഷൻ കടയിലേക്ക് പോകാൻ, കുറ്റൂരിലേക്ക് പോകാൻ കടക്കാൻ കഴിയുന്നില്ല. 3-4 കിലോമീറ്റർ ചുറ്റിയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ചോദിക്കാൻ ആളില്ലാത്ത സ്ഥിതി വന്നപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രണ്ടും കൽപ്പിച്ചാണ് അടാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അടാട്ടേക്ക് പോകുന്നത്. വലിയ വിജയം തൃശ്ശൂർ ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടാട്ട് മോഡൽ കാഴ്ചവെക്കുക എന്നോട് സൂചിപ്പിച്ചുകൊണ്ട് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസ് ഉൾപ്പെടെ നിരവധി നിയമവ്യവഹാരങ്ങളിലൂടെ ഇടതുപക്ഷത്തിന്റെ കണ്ണിലെ കരടായി നിൽക്കുകയാണ് അനിൽ അക്കര. അതുകൊണ്ട് തന്നെ അനിലിനെ തോൽപ്പിക്കാൻ CPM കച്ചകെട്ടിയിറങ്ങുമെന്നുറപ്പാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിവാദങ്ങൾക്ക് വിട നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA UDF രാഷ്ട്രീയ വേദിയിൽ. പിരായിരി പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിലാണ് ആദ്യാവസാനം
രാഹുൽ മാങ്കൂട്ടത്തിൽ സാന്നിധ്യം അറിയിച്ചത്. കണ്ണാടി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെയാണ് രാഹുൽ പിരായിരി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും നാമനിർദ്ദേശ പത്രിക സമർപ്പണവേളയിലും സജീവ സാന്നിധ്യമായത്. കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തപ്പോഴും പാർട്ടി വേദികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോഴും UDFിൻ്റെ കുത്തക പഞ്ചായത്തായ പിരായിരി രാഹുലിനെ ചേർത്ത് പിടിച്ചിരുന്നു. മുദ്രാവാക്യം വിളിച്ചുകൊടുത്ത് അണികളിലും സ്ഥാനാർത്ഥികളിലും രാഹുൽ ആവേശം നിറച്ചു. പാലക്കാട് മണ്ഡലത്തിൽ UDFിന് വൻ ലീഡ് നൽകുന്ന പഞ്ചായത്താണ് പിരായിരി. MLA ആയ നാൾ മുതൽ പിരായിരി പഞ്ചായത്തിൽ നിറസാന്നിധ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കഞ്ചാവ് വേട്ട. സ്കൂട്ടറിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 16 കിലോ ഉണക്ക കഞ്ചാവുമായി 2 പേരെ എക്സൈസ് പിടികൂടി. രാവിലെ മണ്ണാർക്കാട് വട്ടമ്പലം പിലാപ്പടി ജംഗ്ഷനിലാണ് വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവ് പിടികൂടിയത്. സംഭവത്തിൽ ഒറീസ സ്വദേശികളായ ഗണേഷ് ബിസുവായി, രഞ്ജൻ കുമാർ എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ഇവരുടെ കയ്യിൽ നിന്ന് 16 കിലോ ഉണക്ക കഞ്ചാവ് കണ്ടെടുത്തു. മണ്ണാർക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ ജയചന്ദ്രനും പറളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ശ്രീലതയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വരും ദിവസങ്ങളിലും ദേശീയപാതകളും സംസ്ഥാന പാതകളും കേന്ദ്രീകരിച്ചുള്ള വാഹന പരിശോധന തുടരുമെന്ന് എക്സൈസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ട്രെയിൻ യാത്രക്കാരിയുടെ മോഷണം പോയ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും വിറ്റ കേസിലെ പ്രതി ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. മലപ്പുറം സ്വദേശി മുഹമ്മദ് ഷെഫീഖിനെ തിരൂരിൽ നിന്നാണ് റെയിൽവേ പോലീസ് വലയിലാക്കിയത്. മോഷണം നടത്തിയ 2 പേരെ പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കാസർഗോഡ് നിന്നും മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് AC കോച്ചിൽ യാത്ര ചെയ്യുകയായിരുന്ന കൊല്ലം പറവൂർ സ്വദേശിനി ഡോക്ടർ ഷീബയുടെ ബാഗിൽ നിന്നുമാണ് സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും മോഷണം പോയത്. 13/7/2025 രാത്രി 12:30 രാവിലെ 5:15 ഇടയിലാണ് സംഭവം. കോഴിക്കോടിനും ഷൊർണൂരിനും ഇടയിലാണ് മോഷണം പോയതെന്നാണ് പരാതിക്കാരി ഷീബ ഷൊർണൂർ റെയിൽവേ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. 3 മാസം പിന്നിട്ടപ്പോൾ കേസന്വേഷണം അവസാനിപ്പിച്ചതായിരുന്നു. സബ് ഇൻസ്പെക്ടർ അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തുടരന്വേഷണം നടത്തിയപ്പോഴാണ് കേസിന്റെ ചുരുളഴിഞ്ഞത്. 3 പേരാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും വിൽപ്പന നടത്തിയ മലപ്പുറം സ്വദേശി 32-കാരനായ മുഹമ്മദ് ഷഫീഖിനെ മാത്രമേ പിടികൂടാനായുള്ളൂ. ഈ പ്രതി കഴിഞ്ഞ ദിവസം രാത്രി തിരൂരിൽ നിന്നാണ് അറസ്റ്റിലായത്. ഇനി സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും അടങ്ങുന്ന ബാഗ് മോഷ്ടിച്ച 2 പേരെ പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. 3 സ്വർണ്ണമോതിരവും അരപ്പവന്റെ വളയും മൊബൈൽ ഫോണും കൂടി 2,13,500 രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു. തിരൂരിലെ ഒരു ജ്വല്ലറിയിൽ പ്രതി മുഹമ്മദ് ഷഫീഖ് സ്വർണ്ണാഭരണങ്ങൾ വിറ്റിരുന്നു. ഇവ കണ്ടെടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോണും കിട്ടിയിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർ അനിൽ മാത്യുവിനൊപ്പം വൈ മജീദ്, നിഷാദ്, ഗോകുൽ, ഷിജു, അജീഷ് എന്നിവരുമുണ്ടായിരുന്നു. കേസിലെ മറ്റു 2 പ്രതികളെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി മേഖലയിൽ കനാൽ കാടുമൂടിയത് വൃത്തിയാക്കാത്തതിനാൽ വെള്ളം ലഭിക്കുന്നില്ല. മേഖലയിൽ 2ാം വിളയ്ക്ക് നിലമൊരുക്കാതെ കർഷകർ പ്രതിസന്ധിയിലാണ്. 2ാം വിളയ്ക്ക് തയ്യാറാക്കിയ ഞാറ്റടിയും ഉണക്കു ഭീഷണി നേരിടുന്നു. കനാൽ കാട് മൂടിയത് വൃത്തിയാക്കാത്തതിനാൽ വെള്ളം തുറന്നുവിട്ട് ആഴ്ചയോളമായിട്ടും പാടശേഖരങ്ങളിലേക്ക് വെള്ളമെത്താത്തതിൽ കർഷകർ പ്രതിഷേധത്തിലാണ്. കനാൽ ജലം പാടശേഖരങ്ങളിൽ എത്താത്തതിനാൽ 2ാം വിളയ്ക്കുള്ള നിലമൊരുക്കാനാകാതെ കർഷകർ പ്രതിസന്ധിയിലാണ്. മിക്കയിടങ്ങളിലും 2ാം വിളയ്ക്ക് തയ്യാറാക്കിയ ഞാറ്റടി ഉണക്കു ഭീഷണിയിലുമാണ്. 2ാം വിളയ്ക്ക് കനാൽ വെള്ളം തുറന്നുവിടുന്ന കാര്യം വ്യക്തമായി അറിഞ്ഞിട്ടും കൈക്കനാലുകൾ വൃത്തിയാക്കാൻ പഞ്ചായത്ത് ഭരണക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് കർഷകരുടെ പരാതി. കനാൽ വെള്ളം പാടശേഖരങ്ങളിൽ എത്തുന്നില്ലെന്ന് മാത്രമല്ല മിക്കയിടങ്ങളിലും റോഡിലൂടെയും മറ്റും ഒഴുകുകയാണ്. കഴിഞ്ഞ വർഷം കർഷകർ സ്വന്തമായി പിരിച്ചെടുത്താണ് കൈക്കനാലുകൾ വൃത്തിയാക്കിയത്. ഇത്തവണയും അതുപോലെ തന്നെ പണമിറക്കാൻ വകയില്ലെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുതിരാൻ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കിഴക്കേ രാമൻചിറയിലാണ് ഒറ്റയാൻ ഇറങ്ങിയത്. ഒറ്റയാനെ തുരത്തുന്നതിനായി വയനാട്ടിൽ നിന്ന് എത്തിച്ച 2 കുങ്കിയാനകൾ സ്ഥലത്തുണ്ടെങ്കിലും ദൗത്യം പൂർത്തിയാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അനുയോജ്യമായ സ്ഥലത്ത് ഒറ്റയാനെ കിട്ടാത്തതാണ് പ്രതിസന്ധി.
ഇന്നലെ രാത്രി ജനവാസ മേഖലയിലെത്തിയ ഒറ്റയാനെ നാട്ടുകാർ ചേർന്നാണ് തുരത്തിയത്. കൊടകരയിൽ KSRTC ബസും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച 12 പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പുലർച്ചെ 2:45 അപകടം. തിരുവനന്തപുരത്തു നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുകയായിരുന്ന KSRTC സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റാണ് അപകടത്തിൽപ്പെട്ടത്. ലോറി നിർത്താതെ പോയി. പരിക്കേറ്റവർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കലാമണ്ഡലം ചരിത്രത്തിലാദ്യമായി ആൺകുട്ടി ഭരതനാട്യ പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങി. പിറവം മാമലശ്ശേരി വീട്ടിൽ എൽദോയുടെയും ഹണിയുടെയും മകനായ ഡാനിയൽ എൽദോ എന്ന 11-കാരനാണ് ഭരതനാട്യ പഠനം പൂർത്തിയാക്കിയത്. നിലവിൽ ഈ കുടുംബം ഓസ്ട്രേലിയയിൽ സ്ഥിര താമസക്കാരാണ്. പിറവം മാമലശ്ശേരി വീട്ടിൽ എൽദോയുടെയും മാതാവ് ഹണിയുടെയും മകനായ ഡാനിയൽ എൽദോ 11 മാസത്തെ വയസ്സിൽ പഠിക്കാനെത്തി. 6 മാസത്തെ കോഴ്സിലാണ് ചേർന്നത്. ഡാനിയലെയും മാതാപിതാക്കളും വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ താമസിച്ചു വരുന്നു. ഡാനിയൽ ഭരതനാട്യം പഠിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ മകന്റെ ആഗ്രഹം രക്ഷിതാക്കൾ സാധിച്ചു കൊടുക്കുകയായിരുന്നു. 6 മാസം കൊണ്ട് ഭരതനാട്യത്തിന്റെ ഒരുവിധം പഠനങ്ങളെല്ലാം പഠിച്ചു. മലയാളം അറിയില്ലെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു പഠിച്ചെടുക്കാൻ കഴിവുള്ള മിടുക്കനാണ്. ഭരതനാട്യത്തിന്റെ മുദ്രകളും സ്റ്റെപ്പുകളും കാണിച്ചു കൊടുത്താൽ അതുപോലെ തന്നെ ഡാനിയലും അവതരിപ്പിക്കും. ഇതോടെ കലാമണ്ഡലത്തിന്റെ ചരിത്ര മുഹൂർത്തത്തിന് ഒരു വരിയും കൂടി എഴുതി ചേർക്കാം. ഭരതനാട്യം പഠിച്ച് കലാമണ്ഡലത്തിൽ നിന്ന് ആൺകുട്ടി പുറത്തിറങ്ങിയെന്ന് ബുധനാഴ്ച നടന്ന ചടങ്ങിൽ കലാമണ്ഡലം രജിസ്ട്രാർ P. രാജേഷ് കുമാർ സർട്ടിഫിക്കറ്റ് നൽകി. കലാമണ്ഡലം നൃത്തവിഭാഗം അധ്യാപിക കലാമണ്ഡലം രേവതി മറ്റു അധ്യാപകരും ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. ഇപ്പോൾ വിദേശികളും അതുപോലെ സ്വദേശികളായിട്ടുള്ള കലയിൽ താല്പര്യമുള്ളവർക്കും ഇത്തരം ഷോർട്ട് ടൈം കോഴ്സുകൾ ലഭ്യമാണ്. ഇന്ന് ഡാനിയൽ ഒരുപക്ഷെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭരതനാട്യ വിദ്യാർത്ഥി കലാമണ്ഡലത്തിൽ നിന്ന് 6 മാസത്തെ ഷോർട്ട് ടൈം കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണ്. ജന്മനാ തന്നെ അങ്ങേയറ്റം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രതിഭയാണ് ഡാനിയൽ ഇനിയും പുതിയ കോഴ്സുകളിലേക്ക് വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡാനിയലിന് എല്ലാവിധ ആശംസകളും കലാജീവിതത്തിലും നിത്യജീവിതത്തിലും ആശംസിക്കുന്നു. ചടങ്ങിൽ രാമകൃഷ്ണന്റെ രൂപം കൈകൊണ്ട് വരച്ച ചിത്രമാക്കിയ ഡാനിയൽ സമ്മാനമായി ആശാന് കൈമാറി. ഭരതനാട്യത്തിന് നാഷണൽ തലത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ലഭിച്ച അവാർഡ് രജിസ്ട്രാർ ഡാനിയലിന് കൈമാറി. കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്ക് ഭരതനാട്യം പഠിക്കാൻ ഇതുവരെ അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം മുതലാണ് ആൺകുട്ടികൾക്കും ഭരതനാട്യം പഠിക്കാൻ അവസരം കലാമണ്ഡലം ഒരുക്കിയത്. എന്നാൽ കഴിഞ്ഞ വർഷം ആൺകുട്ടികൾ പഠിക്കാനെത്തിയില്ല. ഈ വർഷമാണ് ആദ്യമായി ഒരു ആൺകുട്ടി 6 മാസത്തെ കോഴ്സിന് കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിക്കാൻ എത്തിയത്. ഇതിനിടയിൽ ഡാനിയലും രാമകൃഷ്ണനും ഭരതനാട്യം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിക്കുകയും അവിടെ നിന്ന് അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിയെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയതിന് കലാമണ്ഡലത്തിനോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് ഡോക്ടർ RLV രാമകൃഷ്ണൻ പറഞ്ഞു. നമ്മുടെ ഡാനിയൽ 6 മാസത്തെ കോഴ്സ് ഭരതനാട്യം ഷോർട്ട് ടൈം കോഴ്സ് വളരെ വൃത്തിയായും കൃത്യമായും പൂർത്തിയാക്കി ഉന്നത ഗ്രേഡോട് കൂടി തന്നെയാണ് ഡാനിയൽ പഠനം പൂർത്തിയാക്കി അതിൻ്റെ പെർത്തിലേക്ക് യാത്രയാവുകയാണ് ഓസ്ട്രേലിയക്ക്. ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഔദ്യോഗിക ജീവിതത്തിലെ ആദ്യ കർമ്മമായിരുന്നു കലാമണ്ഡലത്തിലേക്ക് വന്നപ്പോൾ ഡാനിയലിനെ പഠിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം. അത് വളരെ ഭംഗിയോടുകൂടി നിർവഹിച്ചുകൊണ്ട് ഏറെ അഭിമാനത്തോടു കൂടി ഡാനിക്ക് ഇന്ന് ഇവിടെ നിന്നൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ വളരെയധികം സന്തോഷം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാറ്റൊലി. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് പരക്കെ ആരോപണമുണ്ട്. ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. അപ്പോൾ ശബരിമലയിലെ എല്ലാ ആൾക്കാർക്കും എല്ലാവർക്കും അവരെല്ലാവരും ഭഗവാനെ തൊഴാനാണ് വരുന്നത്. അപ്പോൾ അവർക്ക് സൗകര്യം ഒരുക്കാം ദേവസ്വം ബോർഡ് അനുബന്ധമായ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തിരഞ്ഞെടുപ്പ്. പാലക്കാട് നഗരസഭയിൽ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാലക്കാട് നഗരസഭ ബാലികേറാമലയല്ലെന്ന് LDF നേതാക്കൾ. ജില്ലയിൽ എന്നും കരുത്തു തെളിയിക്കുന്ന ഇടതുമുന്നണിക്ക് പാലക്കാട് നഗരസഭയിലേത് അഭിമാന പോരാട്ടം. ഷൊർണൂരിൽ LDF മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. വികസനമാണ് ഇടതുമുന്നണിയുടെ മുഖമുദ്രയെന്ന് KS സലീഖ.
പരാജയഭീതി മൂലം തദ്ദേശ സ്ഥാപനങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികളെ CPM ഭീഷണിപ്പെടുത്തുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് C. കൃഷ്ണകുമാർ. NDA സ്ഥാനാർത്ഥികളെ സംരക്ഷിക്കാൻ BJPക്ക് അറിയാം. എലപ്പുള്ളിയിൽ വനിതാ സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തിയ സംഭവം ആവർത്തിച്ചാൽ കടുത്ത വില നൽകേണ്ടി വരുമെന്നും പാലക്കാട് നഗരഭരണം NDA നിലനിർത്തുമെന്നും C. കൃഷ്ണകുമാർ. ഷൊർണൂരിൽ മുനിസിപ്പൽ ഭരണം പിടിച്ചെടുക്കുമെന്ന് ആവർത്തിച്ച് BJP നേതാക്കൾ. NDA സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിൽ UDF സ്ഥാനാർത്ഥികളുടെയും പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. KS ശബരിനാഥിന് പിന്നാലെ മറ്റൊരു പ്രമുഖ നേതാവിനെയും മത്സര രംഗത്തിറക്കി കോൺഗ്രസ്. അടാട്ട് പഞ്ചായത്തിൽ മുൻ MLA അനിൽ അക്കര സ്ഥാനാർത്ഥി. വിവാദങ്ങൾക്ക് വിട നൽകി പാലക്കാട് മണ്ഡലത്തിലെ UDF വേദികളിൽ സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കഞ്ചാവ് വേട്ട. 16 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികൾ അറസ്റ്റിൽ. ട്രെയിൻ യാത്രക്കാരിയുടെ മോഷണം പോയ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും വിറ്റ കേസിലെ പ്രതി ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. മോഷണം നടത്തിയ 2 പേർ പിടിയിലാകാനുണ്ടെന്ന് പോലീസ്. ജലസേചന കനാലുകൾ കാടായി. കോട്ടായി മേഖലയിൽ 2ാം വിളയ്ക്ക് നിലമൊരുക്കാൻ വെള്ളം ലഭിക്കാതെ കർഷകർ പ്രതിസന്ധിയിൽ. 2ാം വിള ഞാറ്റടിയും ഉണക്കു ഭീഷണിയിലെന്ന് കർഷകർ. കനാൽ ശുചീകരണത്തിൽ വൻ വീഴ്ച. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.